ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അൽസാബി ടോക്സ്. ഞാൻ പറയാൻ വേണ്ടത് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൽസ് വേഴ്സസ് നമ്മൾ ഡൽഹി ക്യാപിറ്റൽസ് തമ്മിൽ കളി ഉണ്ടായിരുന്നു, നല്ല കണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് ടോസ് ഇട്ട ഡൽഹി ക്യാപിറ്റൽസാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൽസിന് ബാറ്റിംഗ് ആയിട്ട് പറഞ്ഞയച്ചു. ടോസ് വിൻ ചെയ്ത് അവരാണ്. പിന്നെ നടന്നത് ഒരു അങ്കക്കളി യുദ്ധമായിരുന്നു. അതായത് ഇതിൽ ഏറ്റവും അടിച്ച് കസറിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ശുഭ്മാൻ ഗിൽ. എന്താ നല്ല കംബാക്ക് ഫിനിഷിങ് ബാറ്റിംഗ് ആയിട്ട് അത്രയും ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ 4 അടിക്കും 6 അടിക്കും. അങ്ങനെ ആദ്യം തൊട്ടേ ഭയങ്കര സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ കൂടുതലായിട്ട് നന്നായി കളിച്ച ഒരാളും കൂടി ഉണ്ട്. ഗില്ല് പോയപ്പോൾ കുറച്ച് വിക്കറ്റ് പോയപ്പോൾ ആദ്യം തന്നെ നന്നായി കളിച്ചൊരു വ്യക്തിയും കൂടി നമ്മുടെ വാഷിങ്ടൺ സുന്ദർ. എന്താണ് ബാറ്റിംഗ്, ക്ലാസിക് ഷോട്ട് ഇതാണ് എടുത്തിട്ട് 55 റൺസിന് എടുത്തിട്ട് മൂപ്പര് ഔട്ടായി. അങ്ങനെ മൊത്തത്തിൽ എന്നാൽ ഒരാളും കൂടി നന്നായി കളിച്ചു, ജോസ് ബട്ട്ലർ 52 റൺസ് എടുത്തു. ഇവർ മൂന്നാളും നന്നായി കളിച്ച് സ്കോർ ചെയ്ത് അങ്ങനെ 210 റൺസാണ് എടുത്തത്. 211 റൺസ് മാത്രം വേണം ജയിക്കാൻ നമ്മുടെ ഇവർക്ക് ഡൽഹി ക്യാപിറ്റൽസ്. വന്നു വിക്കറ്റ് കുറച്ച് നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം തന്നെ വിക്കറ്റ് പോയി, 77ലാണ് വിക്കറ്റ് കുറച്ച് ഫെൽ ചെയ്തത്. പിന്നെ കുറച്ചും കൂടി വിക്കറ്റുകൾ പോകണം. അപ്പോൾ അവിടെ രാഹുലിൻ്റെ ഒരു ബാറ്റിംഗ് ക്ലാസിക് ഷോട്ട്, ഒരു ഉഗ്രൻ ബാറ്റിംഗാണ്. 92 റൺസാണ്, 4ഉം 6ഉം അടിച്ച് കൂട്ടി തകർത്തു എന്നാണ് പറയാൻ പറ്റുക. പിന്നെ നമ്മുടെ രാഹുൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഔട്ടായത്. കുറച്ച് വിക്കറ്റുകൾ കുറച്ച് പോകുന്നുണ്ട്, ഓവറും കഴിഞ്ഞിട്ട് വിക്കറ്റും. പക്ഷെ പന്ത് കുറവായിരുന്നു. ജയിക്കാനാണെങ്കിൽ ഇത്തിരി റണ്ണും കുറച്ചും കൂടി വേണം, ബോൾ കുറയുന്നു വിക്കറ്റും വേണം. അങ്ങനെ മൊത്തത്തിൽ വിക്കറ്റ് 165 ആയപ്പോൾ 5 ആൾ പോയി. പിന്നെ 167, അങ്ങനെ 7 ആൾ 6 ആൾ അങ്ങനെ കുറച്ച് വിക്കറ്റ് പോയി. 200 ആയപ്പോഴാണ് മൊത്തത്തിൽ 7 ആൾ 8 ആൾ പോയത്. അങ്ങനെ മാത്രം 1 റൺസിനാണ് വിജയിച്ചിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൽസ്. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൽസ് ആണ് ഇനി രണ്ട് കളി തോറ്റിട്ടുണ്ടെങ്കിലും ഒരു കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് 3 എണ്ണത്തിൽ ജയിച്ചു, 2 എണ്ണത്തിൽ ജയിച്ചു, 1 എണ്ണത്തിൽ തോറ്റു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ 3 എണ്ണത്തിൽ ജയിച്ചൊരു ഇതുണ്ട്, രാജസ്ഥാൻ റോയൽ. അപ്പോൾ തമ്മിൽ ഇന്നലത്തെ നമ്മുടെ സൂര്യവംശ വൈഭവ് അടിച്ചൊരു ഇതുണ്ടായിരുന്നു, മുംബൈ ഇന്ത്യൻസിനായിട്ട് കാണിച്ചു കൊടുത്തത്. അതുപോലെ തകർത്ത് വിട്ടു. ഇപ്പോൾ നാളത്തെ RCBയും തമ്മിലുള്ള കളി രാജസ്ഥാൻ റോയലും ഉണ്ടല്ലോ, വൈഭവ് എന്തായാലും തകർക്കും. എല്ലാ സാധ്യതയും കണ്ടുവരുന്നുണ്ട്. വൈഭവിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഇതല്ലേ. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിനായിട്ട് വൈഭവിൻ്റെ ഒരു അടി ഉണ്ടല്ലോ, അത് വിക്കറ്റ്. അതെ, മൂപ്പരിങ്ങനെ വിക്കറ്റ്. ചില ആൾക്കാർ ഒരൊറ്റൊരു വ്യക്തി പോലും, സൂര്യവംശ വൈഭവ് അണ്ടർ-19 നമ്മുടെ ഇംഗ്ലണ്ടിൽ ഒരൊറ്റൊരു മനുഷ്യന്മാരും 175 റൺസ് എടുത്തിട്ടും ഒരാരും എടുത്തിട്ട് പോലില്ല. കോഹ്ലിയൊക്കെ 165, 130 അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളൂ. ഈ റണ്ണിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇത് മൂപ്പരിങ്ങനെ തളരുന്നില്ല. മൂപ്പരിങ്ങനെ നിവർന്നിങ്ങനെ നിൽക്കാൻ അടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ തളർന്നു വയ്യാണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് ഔട്ടാവുമല്ലോ. ഇത് മുമ്പ് എത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് മോളില്ല. കുറച്ചും കൂടി എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ മാച്ചിൽ അന്ന് 200 റൺസും കൂടി എടുത്തേനെ വൈഭവ്, എന്നിട്ട് പുറത്തായിരുന്നു. അപ്പോൾ എന്തായാലും വൈഭവ് നാളത്തെ മത്സരത്തിൽ തകർക്കല്ല എല്ലാ സാധ്യതയും കണ്ടുവരുന്നുണ്ട്. പിന്നെ 1 റണ്ണിന് ജയിച്ചല്ലോ. ഇപ്പോൾ കുറച്ചും കൂടി രാഹുൽ അത് കൂടുതലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഡൽഹി ക്യാപിറ്റൽസ് ജയിച്ചേനെ. 1 റണ്ണിനല്ലേ വിജയം. അപ്പോൾ അത്രക്കാർ പറയാനുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായിരിക്കും. ഗുഡ് ബൈ ടിൽ ദെൻ.